ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ഹാപ്പി വിഷു. അപ്പം ഇന്ന് വിഷു ആണ്. ഞാൻ അശ്വിൻ്റെ വീട്ടിലായിരുന്നു വിഷുവിന്. അപ്പം കണി കണ്ടു, രാവിലെ എണീച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ക്ലിപ്സ് ഞാനിപ്പോൾ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പം ഓൺ ദ വേ ആണ്. സോ വെൽക്കം ടു അവർ വിഷു വ്ലോഗ്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാൻ. എൻ്റെ വീട്ടിലെ വിഷുക്കണിയും കണ്ട് ചേച്ചിയുടെ അമ്മേൻ്റെയും കയ്യിൽ നിന്നൊക്കെ വിഷുക്കൈ നീട്ടം വാങ്ങി ഞങ്ങൾ നേരെ വന്നത് മാമൻ്റെ വീട്ടിലേക്കാണ്. ഇവിടുന്ന് എല്ലാവരുടെ കയ്യിൽ നിന്നും വിഷുക്കൈ നീട്ടമൊക്കെ വാങ്ങി കുട്ടികൾക്കൊക്കെ വിഷുക്കൈ നീട്ടം കൊടുത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട് വിഷു സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ ഒക്കേഷൻസൊക്കെ വരികയാണെങ്കിൽ എനിക്ക് ഈ നാട്ടിലേക്ക് വരാനും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എല്ലാവരും കൂടി ഉള്ളപ്പോൾ അവിടെ ഒരു പ്രത്യേകം വൈബാണ് അല്ലേ. അപ്പോൾ മാമൻ്റെ വീട്ടിലിതാ വിഷുക്കണി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആക്ച്വലി ഇന്ന് വർക്കിംഗ് ആണ്. എനിക്ക് അശ്വിനും അതെ, രണ്ടുപേർക്കും വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പം നല്ലൊരു അടിപൊളി വിഷു സദ്യ കഴിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് താഴെ ഇലയൊക്കെ ഇട്ട് നല്ല കുറേ വിഭവങ്ങളായിട്ട് ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് ആസ്വദിച്ച് വിഷു സദ്യ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയലും ഒക്കെ ആയിരുന്നു. ഇതിപ്പോൾ പെട്ടെന്ന് എവിടുന്ന ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നായിരിക്കും ആലോചിക്കുന്നതല്ലേ. എൻ്റെ ചേച്ചിയുടെ നക്ഷത്ര ബർത്ത്ഡേ വന്നത് വിഷുവിൻ്റെ അന്നായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുഞ്ഞു കേക്ക് വാങ്ങി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി ഞങ്ങൾ തിരിച്ച് അശ്വിൻ്റെ വീട്ടിലേക്ക് പോയി പടക്കം പൊട്ടിക്കാനുള്ള റെഡിയാക്കി വെക്കുകയായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ കാണാനുള്ള പടക്കങ്ങളാണ് കുറച്ചുകൂടി ഇഷ്ടം. ഈ പൊട്ടുന്നതിനേക്കാളും കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ള അങ്ങനത്തെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ മേശപ്പൂത്തിരി അല്ലെങ്കിൽ ചക്രം അങ്ങനത്തെ സാധനങ്ങൾക്കാണ്. പിന്നെ മേലെ പോയി പൊട്ടുന്നത്. പക്ഷേ ഈ പൊട്ടിക്കാനുള്ളതൊക്കെ ആരെങ്കിലും പൊട്ടിക്കണം, ഞാൻ കാണാൻ റെഡി ആയിട്ട് നിൽക്കും. ഗ്രീൻ ഇത് ഇങ്ങോട്ടാവണ്ട, ഇവിടെ എല്ലാം കൂടെ ഇട്ട് പോകും. അത് അടിപൊളിയായി. എവിടെയാ എത്തിയോ? അതേ സൈഡ് തന്നെയാണോ? ആ രാത്രി ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവരോട് കുറച്ച് നേരം സംസാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്ത് ഈ 2026 വിഷു ഞങ്ങൾ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു.